നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം. ഇതിൻ്റെ ഇടയിലായിരിക്കും പറയുന്നത്, അതുകൊണ്ട് ഫുള്ള് കാണാം. നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുതാരും. ഇന്ന് നമ്മളൊരു ഡ്രീം ക്യാച്ചറിൻ്റെ ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഇതിനുള്ള ഫ്രെയിം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലുള്ളൊരു പീസാണ് എടുത്തത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പേപ്പർ സ്റ്റിക്സ് ഉണ്ടാക്കണം. രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളയ്ക്കാനുള്ള എളുപ്പത്തിന്. ഇനി ഇതൊരു വലിയ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടെണ്ണം കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. സർക്കിൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഗം വെച്ച് ഒട്ടിക്കണം. ഫ്രെയിമിന് കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ ഒരു 2 ലെയറും കൂടി സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പീസ് എടുക്കുക, കാർഡ്ബോർഡിൻ്റെയോ മറ്റോ. ഞാനിവിടെ ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തത്. കാർഡ്ബോർഡ് എടുക്കുമ്പം ഈ ഫ്രെയിമിൻ്റെ 4 സൈഡും ഒട്ടിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് തെർമോകോൾ ബോൾസ് ആണ്. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ലൈനായിട്ടാണ് ഞാൻ തെർമോകോൾ ബോൾസ് ഒട്ടിക്കുന്നത്. ബോൾസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കാം. ഇതുപോലുള്ള ഫ്ലവേഴ്സാണ് വേണ്ടത്. ഞാൻ ഓറഞ്ചും വൈറ്റും ഗ്രീനും കളറാണ് എടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയറാണിത്. ഇനി ഇത് 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഗമ്മ വെച്ചൊട്ടിക്കാം. ഇതുപോലെ 3 കളറിലും ചെയ്തെടുക്കാം. അടുത്തത് ഈ തെർമോകോൾ ബോൾസിന് നമുക്ക് ഫ്ലാഗിൻ്റെ കളർ കൊടുക്കണം. മുകളിൽ ഓറഞ്ചും താഴെ ഗ്രീനും. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെയാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. യൂട്യൂബിൻ്റെ 2021 പോളിസി പ്രകാരം ഗിവ് അവേ കൊടുക്കുന്നത് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഗിവ് അവേ കൊടുത്തിട്ട് ഒരു ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ടെക്കി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ. ഇങ്ങനെ നടത്തുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണെന്നാണ് പറയുന്നത്. ഇത് പലർക്കും അറിയുന്നുണ്ടാവും, കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിവ് അവേ നടത്തുന്നത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. ഞാനിത് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റൂളിനെ പറ്റി അറിയുന്നത്. ഏതായാലും ഞാനിത് അനൗൺസ് ചെയ്തു, ഗിഫ്റ്റും വാങ്ങിച്ചു. അപ്പം ഇതിപ്പോൾ കൊടുക്കാതിരിക്കാനും നിവർത്തിയില്ല, അതുകൊണ്ടാണ് നടത്താമെന്ന് തന്നെ വിചാരിച്ചത്. ചാനലിൽ ആദ്യമായിട്ടൊരു ഗിവ് അവേ നടത്താമെന്ന് വിചാരിച്ചിട്ട് അത് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നിലുള്ള ട്രസ്റ്റാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ടും നടത്താമെന്ന് വിചാരിക്കുന്നത്.
ഇതിന് ശേഷം എൻ്റെ ചാനലിൽ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ചാനൽ ഉണ്ടെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇത്തിരി റിസ്ക് എടുത്ത് നടക്കുന്നത് തന്നെ. ഇതുകൊണ്ടാണ് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാതെ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലരും ഗിവ് അവേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഗിവ് അവേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം കുക്കിങ്ങിലും ക്രാഫ്റ്റിലും ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഈ വീഡിയോയിൽ തന്നെ കേട്ടോ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. മുഴുവൻ കാണണം വീഡിയോ, എന്നാലേ ആരൊക്കെയാണ് വിന്നറെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇതാ ഇതിൽ ഓറഞ്ച് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഗ്രീൻ കൊടുക്കുകയാണ്. റിപ്പബ്ലിക് ഡേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണിത്. നമ്മൾ ത്രെഡോ ഫ്രെയിമോ ഫെദറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ചിലവ് കുറഞ്ഞൊരു ഡ്രീം ക്യാച്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ അശോക ചക്രം വെച്ച് കൊടുക്കാം. സ്കെച്ച് വെച്ചിട്ട് വരച്ചതാണിത്. ഫ്ലാഗിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേപ്പർ ഫ്രെയിമിൽ ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലാഗ് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ 4 സൈഡും ഫ്രെയിമിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി പണി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഡെസ്ക് കലണ്ടറിൻ്റെ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമുക്ക് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനേക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്യാം. എത്രത്തോളം യൂണീക്ക് കമൻറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 258. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വിന്നേഴ്സിനെ നോക്കാം. ഫസ്റ്റ് വിന്നർ തയ്യിൽ ക്രാഫ്റ്റ്സ് ആൻഡ് ഫുഡ്സി ആണ്. അടുത്തത് ദിവ്യ ഷൈജു. മൂന്നാമത്തെ വിന്നർ ഷെറിൻ. അപ്പോൾ ഇവർ 3 പേരുമാണ് നമ്മുടെ വിന്നേഴ്സ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. വിന്നേഴ്സിന് ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് മെയിൽ ചെയ്യണം. 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ മെയിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് ക്യാൻസലാക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഒട്ടിക്കണം. ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ എന്ന ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫെദേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ഫെദറിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്.
അങ്ങനെ ഫെദേഴ്സും റെഡി ആയിട്ടുണ്ട്. ഓരോ കളറിൻ്റെയും 3 എണ്ണം വീതമാണ് ഫെദേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് പേപ്പർ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഓരോ ഫെദേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വിന്നേഴ്സിന് ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മറക്കരുത്. 2 ആഴ്ചയേ സമയമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. ബാക്കിയുള്ളവർ വിഷമിക്കൊന്നും വേണ്ട. ഇനി നടത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നടത്തും. ഇനിയും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതാർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.